എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് ഇൻസ്റ്റയുടെ ഏറ്റവും ലേറ്റസ്റ്റ് വന്നിരിക്കുന്ന Insta360 എന്ന് പറയുന്ന മോഡലാണ്. എന്തൊക്കെയാണ് പ്രത്യേകതകളെന്ന് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ഈ ഒരു ക്യാമറയിൽ നിന്നാണ്. ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയ കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ മൈക്കാണ്. അത്രയും നല്ലൊരു നോയിസ് ക്യാൻസലേഷനോട് കൂടിയിട്ടുള്ള മൈക്കാണ്. വിൻഡ് നോയ്സ് നമ്മൾ പുറത്തു നിന്നൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ ഫോണിലൊക്കെ വ്ളോഗ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ വിൻഡ് നോയ്സ് ഉണ്ടാവും. ഇത് നമ്മൾ സാധാരണ വ്ളോഗിങ് ക്യാമറ ആയിട്ടും അതുപോലെ തന്നെ റീൽസ് പോലുള്ള ഷോർട്സ് വീഡിയോകളും ആയിട്ടും നമുക്ക് ഇതുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റും. അത്രയും നല്ല ക്വാളിറ്റിയിൽ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനും പറ്റും. 5K നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാം. ഏറ്റവും മാക്സിമം ക്വാളിറ്റി അതാണ്. ഏകദേശം 2.5 മണിക്കൂർ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഷൂട്ട് ചെയ്യാനും പറ്റും. ചാർജ് ചെയ്തുകൊണ്ട് നമുക്കിത് യൂസ് ചെയ്യാം. ടൈപ്പ് സി ചാർജറാണ് വരുന്നത്. ഇനി ഇതിൽ നിന്നെടുത്ത കുറച്ച് സാമ്പിൾ ഫോട്ടോസും അതുപോലെ തന്നെ ഒരുപാട് ഫീച്ചേഴ്സോട് കൂടിയിട്ടുള്ള ഒരു ക്യാമറയാണ്. നമുക്ക് പല രീതിയിലും ഓട്ടോമാറ്റിക്കായിട്ട് എഡിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. 360 X3 ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന X3 മോഡലാണ്. എന്തൊക്കെയാണ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് 360 വീഡിയോ എടുക്കാൻ പറ്റിയ 2 ക്യാമറ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇൻവിസിബിളായിട്ട് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ഈ ഒരു സ്റ്റിക്ക് ഇതിൽ കാണില്ല. അതാണ് ഈ ഒരു സ്റ്റിക്കിൻ്റെ പ്രത്യേകത. നമുക്കിത് സെപ്പറേറ്റ് വാങ്ങിക്കാൻ കിട്ടും. ഡ്രോൺ ഷോട്ട് പോലെ രീതിയിൽ നമുക്ക് വീഡിയോ എടുക്കാം. അതുപോലെ തന്നെ എയർപോർട്ട്സൊക്കെ കണക്ട് ചെയ്തിട്ട് നമുക്ക് സെപ്പറേറ്റ് മൈക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷനൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പൊക്കെ കിട്ടുന്ന ഒരു മോഡലൂടെയാണ്. പിന്നെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കുറച്ച് സാമ്പിൾസ് വീഡിയോ ഇതിൻ്റെ കൂടെ ഇടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വന്നാൽ പവർ ബട്ടണും അതുപോലെ തന്നെ 2 സ്പീക്കർ കാണാൻ പറ്റും. ടോട്ടൽ ഇതിന് 4 മൈക്കുകൾ വരുന്നുണ്ട്. Insta360 എന്ന് എഴുതിയത് ഇവിടെ കാണാം. അതുപോലെ തന്നെ ഇതിൽ വരുന്ന മോഡ്സ് ഞാൻ കാണിച്ചു തരാം. മീ മോഡ് ഉണ്ട്, അതായത് നമ്മളെ തന്നെ ട്രാക്ക് ചെയ്ത് വരുന്ന അതായത് ഇൻവിസിബിളായിട്ട് വരുന്ന ആ ഒരു സെൽഫി സ്റ്റിക്ക് മോഡാണ്. പിന്നെ ഫോട്ടോസ് 72 മെഗാ പിക്സൽ നമുക്ക് ഫോട്ടോസ് എടുക്കാം. ലൂപ്പ് റെക്കോർഡിങ് അതുപോലെ തന്നെ സ്ലോ മോഷൻ എല്ലാ ഓപ്ഷൻസും ഇതിൽ വരുന്നുണ്ട്. നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. 360 വരുവാണെങ്കിൽ HDR നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാം. അതുപോലെ തന്നെ ടൈം ലാപ്സ് ഉണ്ട്, ടൈം ഷിഫ്റ്റ് മോഡ് ഉണ്ട്, ബുള്ളറ്റ് ടൈം അത് നമുക്ക് പ്രത്യേക ഒരു സ്റ്റിക്ക് ഉണ്ട്. അത് വാങ്ങിച്ചാൽ മാത്രമേ ഈ ഒരു മോഡൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റൂ. അതുപോലെ തന്നെ ഇതിൽ മാനുവൽ ഓട്ടോ മോഡ് ഉണ്ട്. നമുക്ക് ഈ ഒരു വൈറ്റ് ബാലൻസും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. 4K അതുപോലെ തന്നെ 5K നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇതിൽ ഡയറക്റ്റ് ചാർജിങ് ആണ്. ഡയറക്റ്റ് നമ്മൾ സി പോർട്ടിലേക്കായിട്ടുള്ള ചാർജിങ് ആണ്. പുറത്ത് മഴ ആയതുകൊണ്ടാണ് ഞാൻ ഇത് ഓപ്പൺ ചെയ്യാത്തത്. ബാറ്ററി വരുന്നുണ്ട്. നമുക്ക് എക്സ്ട്രാ ബാറ്ററി വാങ്ങിക്കേണ്ട ആവശ്യമില്ല, കാരണം ചാർജ് ചെയ്തുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ടൈം ലാപ്സ് ഒക്കെ എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ചാർജ് തീർന്നു വന്ന പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് ചാർജ് കണക്ട് ചെയ്തിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും.